നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂസിന്റെ വ്യൂസിനും തങ്ങളിലുള്ള നിലവിലെ പ്രബലമായ ഊർജം എന്താണ്. ഈ ബന്ധത്തിൽ കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി, ഈ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി നിലവിൽ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള വെല്ലുവിളി? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഈ ബന്ധം ഏത് ദിശയിലേക്കാണ് നീങ്ങാൻ സാധ്യത? ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകിക്കൊണ്ട് നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം. നിങ്ങളുടെ പ്രബലമായിട്ടുള്ള നിലവിലെ ഊർജ്ജം എന്ന് പറയുന്നത് ഒരു ചെറിയ ഈഗോ അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെയുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു. പ്രകടമായിട്ട് ഇമോഷണലായിട്ട് യാതൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതിന് പകരം കൂടുതൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും ചില കാര്യങ്ങളെ എതിർക്കുകയും ഒരു എതിർപ്പ് എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ്? ഒഴിവാക്കേണ്ട കാര്യം 2 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സമനില ഇല്ലായ്മയാണ്. ഒരാൾക്ക് സമയമുള്ളപ്പോൾ ഒരാൾക്ക് സമയമില്ലാത്ത അവസ്ഥ, അതല്ലെന്നുണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥകൾ. ഒരാളെ ഓവറായിട്ട് കമ്മിറ്റഡ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, എപ്പോഴും കൂടെ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു, അവരോട് കുറച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു സമയത്തൊക്കെ അവരെ കിട്ടാതെ പോകുന്ന അവസ്ഥകൾ. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കുന്ന അവസ്ഥകൾ. ഒരേ സമയം തന്നെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ചിന്തിക്കുന്നതിന്റെ ഫലമായിട്ട് ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, കുടുംബ ബന്ധത്തിന്റെ ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ഊഹാപോഹങ്ങൾ കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. നമ്മളുടെ ഓവറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഒഴിവാക്കുക, ഊഹാപോഹങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ഒരേ സമയം തന്നെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചിന്തകൾ ഓവറായിട്ട് ചിന്തിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓവർ പൊസസീവ്, അതല്ലെന്നുണ്ടെങ്കിൽ ഓവർ കമ്മിറ്റ്മെന്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഗിവ് ആൻഡ് ടേക്ക് ആകാൻ ശ്രമിക്കുക. എന്താണോ ഇങ്ങോട്ട് നൽകുന്നത് അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ ഹസ്ബൻഡ് ആണെങ്കിലും പാർട്ട്ണർ ആണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിംഗ് കൃത്യത അല്ലെങ്കിൽ വാല്യൂ കൃത്യമായി കൊടുക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ ബന്ധത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വെല്ലുവിളി എന്താണ് എന്ന് ചോദിച്ചതിൽ കിങ് ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് കൂടുതൽ സെക്യൂരിറ്റിയിലേക്കും നമ്മുടെ ലൈഫിന്റെ സെക്യൂരിറ്റിയിലേക്കും അതുപോലെ തന്നെ വെൽത്തിലേക്കും മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. കുടുംബത്തിന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുവാൻ സാധിക്കാതെ പോകുന്നു. ജോലിയിലേക്കോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടി കൂടുതൽ ടൈം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബന്ധത്തിന് സമയം കൊടുക്കുവാൻ സാധിക്കാതെ പോകുന്നു. ഇത് വലിയ ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ഓവർ ഫോക്കസ്ഡ് ആകുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുടുംബം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധം ഏത് ദിശയിലേക്കാണ് പോകുന്നത്? അടുത്ത 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ എനർജിക്ക് ആകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്, ഒരുപാട് അട്രാക്റ്റഡ് ആകുന്നുണ്ട്, സ്ഥിരത ലഭിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു